ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യയുടെ രണ്ടാം ഭാഗത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. ട്രെയിലർ ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുന്ന മുന്നേ ശങ്കർ എന്ന സംവിധായകൻ്റെ വില അത്രയ്ക്കും കുറഞ്ഞു പോയി അല്ലേ, എനിക്കറിയാൻ മേലെന്ന് ചോദിക്കുക. കാരണം പുള്ളിക്കാരൻ ആവശ്യത്തിന് അനാവശ്യത്തിന് കുറേ കാര്യങ്ങൾ സിനിമയിൽ നിറച്ച് കുത്തിക്കയറ്റിയിട്ടുണ്ട്. പിന്നെ പേഴ്സണലി അനിരുദ്ധിൻ്റെ സോങ് എനിക്ക് പേഴ്സണലി ശരിക്കും തന്നെ ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ്റെ റോള് മര്യാദക്ക് സിനിമയിൽ ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ ശങ്കറിൻ്റെ വില കുറഞ്ഞവന് ചോദിക്കാൻ കാര്യം പുള്ളിക്കാരൻ അവസാനമായിട്ട് ഇറങ്ങിയ 2.0 പലവർക്കും ഇഷ്ടപ്പെട്ടില്ല, പലർക്ക് ഇഷ്ടപ്പെട്ട്. അതായത് കുറേ പേര് ലോജിക്ക് നോക്കി മറ്റേതാണ് മറിച്ചാന്ന് പറയുകയും ചെയ്തു. പക്ഷേ പടം അത്യാവശ്യ രീതിയിൽ തന്നെ ഹിറ്റാവുകയും ചെയ്ത്. രജനീകാന്ത് ആദ്യമായിട്ട് ഒരു 800-900 കോടി നേരെ പടം കൂടിയാണ് ഇന്ത്യൻ 2.0. പക്ഷേ ഇന്ത്യൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ രണ്ടാം ഭാഗം ആവശ്യമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്നാം ഭാഗത്തിനായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ശങ്കർ അന്നത്തെ ടെക്നോളജി വെച്ചാണ് ഇന്ത്യൻ ഒന്നാം ഭാഗം അത് എടുത്തു വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് മാസ്റ്റർ പീസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും തന്നെ ഫീലായി കാണും, നമ്മുടെ മലയാളികളുടെ സ്വന്തം നെടുമുടി വേണു സാറിനെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരു അത്യാവശ്യം സന്തോഷമൊക്കെ തോന്നി. പക്ഷേ സിനിമയും കൂടി ഹിറ്റായാലും നമുക്ക് മലയാളികൾക്കും കൂടെ അഭിമാനിക്കാൻ തോന്നത്തുള്ളൂ. എന്തോന്നാണ് കമൽഹാസൻ എന്തോ ഹിമാലയത്തിൽ പോയി സന്യസിച്ച് പുള്ളിക്കാരൻ യങ്ങായി മാറി. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ സിനിമയിൽ. അതും പുള്ളിക്കാരൻ ആവശ്യത്തിന് അനാവശ്യത്തിന് നല്ല തന്നെ ടെക്നോളജി ഇത്. പിന്നെ SG സൂര്യ തോന്നുന്നു ഇന്ത്യൻ്റെ രണ്ടാം ഭാഗത്തിൽ വില്ലനായിട്ടൊക്കെ വരാൻ പോകുന്ന നല്ല കണ്ടന്റ് ഉണ്ട്. പേഴ്സണൽ എടുത്ത് പറയാൻ നല്ല രീതിയിൽ തന്നെ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള നല്ല മെസ്സേജ് സിനിമയിൽ ഉണ്ടാകും, അത് ഗ്യാരണ്ടിയാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇനി വേറെ എന്ത് പറയാനാണ്. നിങ്ങളും ട്രെയിലർ കാണാട്ടോ ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സിനിമ ഇറങ്ങാൻ പോകുന്നത് ജൂലൈ മാസം 12-ാം തീയതിയാണ്. ഇനി സിനിമ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എന്തോ